RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവതിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മോഹൻ ഭാഗവതിന് ഇതുവരെ നൽകി വന്നിരുന്നത് Z+ സെക്യൂരിറ്റി ആയിരുന്നു. ഇത് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻ അഥവാ ASL ആയി ഉയർത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇവർക്ക് നൽകി വരുന്ന സമാന സുരക്ഷയാണ് RSS സർസംഘ് ചാലകിന് കേന്ദ്ര സർക്കാർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സുരക്ഷാ അവലോകനത്തിലെ തീരുമാനപ്രകാരമാണ് മോഹൻ ഭാഗവതിന് അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ലൈസൻസ് സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചത്. BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് കേന്ദ്രത്തിന്റെ നീക്കം. കൂടാതെ തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്നടക്കമുള്ള ഭീഷണികളും സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാരണമായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സുരക്ഷ വർദ്ധിപ്പിച്ച കാര്യം കേന്ദ്രം മുഴുവൻ സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. ഓഫീസർമാർ, CISF ഗാർഡ്സ് എന്നിവരായിരുന്നു മോഹൻ ഭാഗവതിന് നൽകി വന്നിരുന്ന Z+ സെക്യൂരിറ്റിയിൽ ഉൾപ്പെട്ടിരുന്നത്. മൾട്ടി ലെയർ SPG സെക്യൂരിറ്റി ഉള്ള അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസനിൽ ജില്ലാ ഭരണകൂടം, പോലീസ്, ആരോഗ്യം തുടങ്ങിയ പ്രാദേശിക ഏജൻസികളുടെ പങ്കാളിത്തവുമുണ്ട്. കൂടാതെ മറ്റ് കേന്ദ്ര ഏജൻസികളും ഭാഗമാകും. പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹെലികോപ്റ്ററിലാണ് യാത്ര അനുവദിക്കുക. സന്ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സുരക്ഷാ സേന എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാകും അനുമതി നൽകുക. ഒരു VIP സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ ഏജൻസികൾ നടത്തുന്ന ഏകോപനവും ആസൂത്രണവുമാണ് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസോൺ എന്നറിയപ്പെടുന്നത്. VIP സന്ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സുരക്ഷാ സേന സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിശദമായി വിലയിരുത്തും. VIPക്കെതിരെ സാധ്യതയുള്ള ഭീഷണി അടക്കം സേന പരിശോധിക്കും. VIP യാത്ര ചെയ്യുന്ന റൂട്ടുകൾ, സമാന്തര റൂട്ടുകൾ, പങ്കെടുക്കുന്ന വേദികൾ എന്നിവിടങ്ങളിലേക്കും പരിശോധന നീളും. തുടർന്നാകും സുരക്ഷ ആസൂത്രണം ചെയ്യുക. പോലീസ്, ഇന്റലിജൻസ്, ചില അവസരങ്ങളിൽ സൈന്യം തുടങ്ങിയ ഏജൻസികളുമായി ചേർന്നാണ് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസോൺ സംഘം സുരക്ഷാ നടപടികൾ സ്വീകരിക്കുക. വിവിധ സാഹചര്യങ്ങൾ നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയ ശേഷമാകും സന്ദർശനം അനുവദിക്കുക. SPG ആകും സുരക്ഷാ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുക. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SPG ലെവൽ, അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ സുരക്ഷയാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷാ സംവിധാനമാണിത്. 1988 പാർലമെന്റിന്റെ അംഗീകാരത്തോടെ വന്ന ഈ സുരക്ഷാ സംവിധാനം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്നാണ് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. ഈ സുരക്ഷയുടെ പ്രത്യേകത പറയാം. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംഘമാണ് SPG ഗ്രൂപ്പിലുള്ളത്. പ്രധാനമന്ത്രിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്നത് SPG ആണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ കമാൻഡോ സംഘമാണ് നിർവഹിക്കുന്നത്. മികച്ച പരിശീലനം ലഭിച്ച കമാൻഡോകളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെയുള്ള ടീമാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അതിവിശിഷ്ട വ്യക്തികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാലിച്ചിരിക്കേണ്ട ചട്ടങ്ങൾ അടങ്ങിയ ബ്ലൂ ബുക്ക് അനുസരിച്ചാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചുമതലകളെല്ലാം SPG നിർവഹിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ഈ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക് നൽകുന്നത്. ഇനി മറ്റു സുരക്ഷാ സംവിധാനങ്ങൾ. X കാറ്റഗറി സുരക്ഷ. ഇന്ത്യയുടെ 5ാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് X കാറ്റഗറി. 2 സായുധ പോലീസുകാരുടെ അകമ്പടിയാണ് ഈ സംവിധാനത്തിൽ ലഭ്യമാകുക. കമാൻഡോകൾ ഉണ്ടാവില്ല. Y കാറ്റഗറി സുരക്ഷ. ഇന്ത്യയുടെ 4ാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് ഇത്. 1-2 NST കമാൻഡോകൾ അടക്കം 11 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക. Z കാറ്റഗറി സുരക്ഷ. 4-5 NST കമാൻഡോകളും പോലീസുകാരും അടക്കം 22 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ വിഭാഗത്തിൽ ഉണ്ടാകും. രാജ്യത്തെ ഏറ്റവും ഉയർന്ന 3ാമത്തെ സുരക്ഷാ സംവിധാനം. ബാബ രാംദേവ്, നടൻ അമീർ ഖാൻ തുടങ്ങിയവർക്ക് Z കാറ്റഗറി സുരക്ഷയാണുള്ളത്. Z+ കാറ്റഗറി സുരക്ഷ. 10-ൽ കൂടുതൽ NST കമാൻഡോകളും പോലീസുകാരും അടക്കം 55 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഉണ്ടാവുക. കമാൻഡോകൾ സായുധ പരിശീലനവും ആയോധന കലകളിൽ വിദഗ്ധ പരിശീലനവും നേടിയവരായിരിക്കും. SPG കാറ്റഗറി സുരക്ഷയാണ് 1ാമത്തേത്. പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രിമാർ, അവരുടെ കുടുംബം തുടങ്ങിയവർക്കാണ് SPG സുരക്ഷയുള്ളത്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 1988 SPG രൂപീകരിച്ചത്. പൂർണ്ണമായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇത്. മുതിർന്ന IPS ഓഫീസറായിരിക്കും SPGയുടെ തലവൻ. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.